അതേപോലെ എനിക്ക് 95 അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കൃപയും വചനമൊക്കെ കയറുമ്പോൾ എനിക്ക് ഭയങ്കര രോഗപീഠയായിരുന്നു. ആദ്യം ഭയങ്കര പീഡയായിരുന്നു എനിക്ക്. പിന്നെ സെമിനാരി പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഫുൾ എല്ലാ ക്ലാസ്സിലൊന്നും പോകാൻ പറ്റിയിട്ടില്ല. രോഗപീഠ കാരണം നിൽക്കത്തില്ല. അതിനുള്ള എൻ്റെ കൂട്ടുകാർ ചെയ്യും, ഇത്രയും പ്രാർത്ഥിക്കുന്ന മനുഷ്യത്തിന് ഇത്ര രോഗം വരും. കാരണം കൃപയോടെ എടുക്കുമ്പോൾ അങ്ങനെയാണ്. സഹനം നമ്മൾ ശുദ്ധീകരിക്കും, നമ്മൾ അടുക്കുമ്പോൾ ശുദ്ധീകരിക്കും. ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ശുദ്ധീകരണം നടക്കുന്നത്. ഞാൻ അവിടെ നിന്ന് കൊടുത്തു, ഞാൻ പതറിയില്ല. അത് പിന്നെ വലിയ രോഗമായിട്ട് മാറുന്നുണ്ട്, പിന്നെ ദൈവം സുഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം ദൈവം ചെയ്ത് എടുത്തിട്ട് പുറത്തുകൊണ്ട് സംഭവം. ശുദ്ധീകരണ നാളുകളാണ്, ശുദ്ധീകരണത്തിന് നാളുകളുണ്ട്. പരിശുദ്ധ അമ്മന്റെ ചില രൂപങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ രക്തക്കണ്ണുകളും അങ്ങനെ ഉണ്ടൊരു സംഭവമുണ്ട്. ശരിക്കും നല്ല കുടുംബത്തിൽ അമ്മ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ തെളിവതാണ്. നല്ല മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചോരക്കണ്ണുനീരോട് ദൈവസന്നിധി വേറൊരു ദൈവസന്നിധി കരയുന്ന ഒരു വേറൊരു കരയുടെ ആവശ്യമില്ല.